പക്ഷേ അഹങ്കാരം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഉഴപ്പും കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 23 വർഷം മുമ്പ് എൻ്റെ കള്ളുകൂടി നിർത്തിയതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഞാനതുപോലെ ഡിഗ്രി പഠിക്കുമ്പോഴും ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ടുള്ള ആളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ട പൈസ ഉണ്ടാക്കേണ്ടത് ഞാൻ തന്നെയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആസ് യൂഷ്വൽ ജോലി പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ, ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഒന്നും തുടങ്ങാനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല. മാർച്ച് 20 ഇടുത്തി പോലെ കോവിഡ് വന്നു. നമ്മൾ ഒരിക്കലും, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് ഇത് മാറും. അപ്പോൾ ഉണ്ടായ പൈസയും എല്ലാം കടമൊക്കെ മേടിച്ച് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു തുടങ്ങി. 3 മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം എല്ലാം തീർന്നു, എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞാനിത് നിർത്താമെന്ന് വിചാരിച്ചു. ഇമാജിൻ ചെയ്യാത്ത ശക്തിയാണ് എനിക്ക് പലപ്പോഴും തന്നേക്കണത്. കാരണം അത് നമുക്ക് എന്താ പറയണമെന്നറിയില്ല. കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഞാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോഴും ഞാൻ പറയും, ചിലപ്പോഴേ ചെന്ന് വീട്ടിൽ പറയാറുള്ളത്, പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന ആക്കി. കാരണം എനിക്ക് പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ പേര് നിഷീന്നാണ്, നിഷീദ് കെ ജോൺ എന്ന് വിളിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബോൾഗാട്ടിക്കാരനാണ്. ബോൾഗാട്ടി എന്ന് പറഞ്ഞാൽ പൊന്നിക്കര, ഇപ്പോൾ ബോൾഗാട്ടി പാലസ് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ബോട്ടുകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ബോൾഗാട്ടി ജെട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ പൊന്നാരിമംഗലം ജെട്ടിയിൽ നിന്ന് ഒരു ബോട്ട് വിട്ടു പോയാൽ, ചിലപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബോട്ട് വിട്ടു പോയാൽ ബോട്ടിലൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോൾഗാട്ടി പാലങ്ങളൊക്കെ വന്ന്, ഗോസറി പാലങ്ങളൊക്കെ വന്ന് ഞങ്ങളൊക്കെ ബ്ലെസ്ഡായി, അവിടുത്തെ ആൾക്കാരൊക്കെ ബ്ലെസ്ഡായി. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ ആൽബർട്ട്സ് സ്കൂളിലാണ് പഠിച്ചത്, ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ജോലി എടുക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. ജോലി എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ പെയിൻറ്റിങ് പണി അന്നൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പെയിൻറ്റിങ് പണിക്ക് തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോയിട്ടുള്ള ആളാണ്. എന്നെ അന്നെ സംബന്ധിച്ച് എനിക്ക് അന്നത് പോകണമെന്നില്ല. കാരണം എൻ്റെ ഡാഡി അന്ന് ഗൾഫിലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ട പൈസ ഉണ്ടാക്കേണ്ടത് ഞാൻ തന്നെയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനതുപോലെ ഡിഗ്രി പഠിക്കുമ്പോഴും ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് ഞാൻ വാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ഞാൻ നല്ല ഉഴപ്പനായിരുന്നു. ശരിക്കും നമ്മൾ പൈസ നല്ലോണം കിട്ടിക്കൊണ്ടിരുന്നു. എനിക്കന്ന് എന്നെ സംബന്ധിച്ച് 2500 രൂപ ശമ്പളവും ഒരു 25,000 50,000 ഇൻസെൻറ്റീവും കിട്ടുന്ന ഒരു കമ്പനിയിലായിരുന്നു. HMD വാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആദ്യം വേറൊരു വാച്ചിലായിരുന്നു, ലാമെക്സിലായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു സിസ്റ്റൈം ഹൗസ് അലൗക. അവിടെ നിന്ന് ഞാൻ മാറുന്നു. അങ്ങനെ ഞാൻ ആ റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു. പക്ഷേ അഹങ്കാരം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഉഴപ്പും കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 23 വർഷം മുമ്പ് എൻ്റെ കള്ളുകൂടി നിർത്തിയതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ആസ് യൂഷ്വൽ ജോലി പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ, ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഒന്നും തുടങ്ങാനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഞാനപ്പോൾ എൻ്റെ 2 കൂട്ടുകാരന്മാരെ കൂടെ ഒരു വാടക പോയിട്ട് മറൈൻ ഡ്രൈവിൽ ഒരു ബോട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അവർക്ക് അന്ന് ആ ബിസിനസ് ഉണ്ട്, ഞാൻ അവരെ കൂടെ പാർട്ട്ണറായതാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഒരു പ്രസ്ഥാനം, യാദൃശ്ചികമായിട്ടൊരു ബോട്ട് ഞങ്ങൾ പണിതു. 23 വർഷം മുമ്പ് അല്ലെങ്കിൽ 21 വർഷം മുമ്പ് ഒരു ബോട്ട് നമ്മൾ പണിയുന്നു. അന്ന് ഞങ്ങൾ 2 പാർട്ട്നേഴ്സ് കൂടി തുടങ്ങി. ആ ബോട്ട് നമ്മൾ പൂർത്തിയാക്കി. യാദൃശ്ചികമായിട്ട് എനിക്കറിയുന്നൊരു പെൺകുട്ടീനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സീറോയാണ്, എനിക്കൊന്നുമില്ല, എൻ്റെ മുമ്പിൽ ഒന്നുമില്ല, കല്യാണം കഴിക്കാനൊന്നുമില്ല. അവർ തന്ന സ്ത്രീധനം വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം പോലും കഴിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ അതിന് മുമ്പ് 3 മാസം മുമ്പ് എൻ്റെ ബോട്ടിൻ്റെ ഒരു റെൻറ്റഡ് ബോട്ട് എടുത്ത് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ തുടങ്ങിയിട്ടുണ്ട് ഈ ബോട്ട് ബിസിനസ്. ഞാൻ ഇന്ന് 5 ബോട്ട് സ്വന്തമായിട്ട് പണിതു. 6ാമത്തെ വെസൽ ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറഞ്ഞ വെസലിലാണ് ഇരിക്കുന്നത്. 2020 മാർച്ച് 5-ാം തീയതിയാണ് ഈ ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ വെസലിൻ്റെ നിർമ്മാണം നമ്മൾ തുടങ്ങുന്നത്. അന്ന് വളരെ സന്തോഷപരമായിട്ട് ഞങ്ങൾ കൊച്ചിൻ പോർട്ടിൻ്റെ ഒരു ലാൻഡ് ലീസിനെടുത്തു. അവിടെ വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ അവിടെ ഉണ്ടാക്കി. അങ്ങനെ മാർച്ച് 5-ാം തീയതി ഇതിൻ്റെ സ്റ്റീൽ കട്ടിങ്ങും അച്ഛൻ വന്ന് വെഞ്ചരിച്ചു, സ്റ്റീൽ കട്ടിങ്ങൊക്കെ ചെയ്തു. അന്ന് അവിടെ തുടങ്ങുമ്പോൾ മാർച്ച് 20 ഇടുത്തി പോലെ കോവിഡ് വന്നു. നമ്മൾ ഒരിക്കലും, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് ഇത് മാറും. അപ്പോൾ ഉണ്ടായ പൈസയും എല്ലാം കടമൊക്കെ മേടിച്ച് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു തുടങ്ങി. 3 മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം എല്ലാം തീർന്നു, എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞാനിത് നിർത്താമെന്ന് വിചാരിച്ചു. ബിസിനസ് എടുക്കുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കണം. ഞാൻ റിസ്ക് എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള റിസ്ക്കാണ് എടുത്തത്. ഇപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാനുള്ള സമയമായി. അത് കൊടുക്കാത്തതിൻ്റെ ടെൻഷൻ നമുക്കുണ്ട്. എവിടെയെങ്കിലും ഒരു ബാങ്ക് ലോണിന് പോയാൽ ബാങ്കുകാർ നമ്മളെ കളിയാക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ട് മറൈൻ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മറൈൻ ഡ്രൈവിൽ ഇത്ര വലിയ ബോട്ട് കൊണ്ടുവന്നാൽ എവിടെ കൊണ്ടുവന്ന് അടുപ്പിക്കും, ഈ ആഴം
മറൈൻ ഡ്രൈവിൽ വളരെ കുറവാണ്, നമുക്ക് ആഴം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു മറൈൻ ഡ്രൈവിൽ ഒരു ജെട്ടി ഉണ്ടാക്കണം. ഇതൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വെസൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ അന്നൊന്നും പറയുന്നു, എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന ഇമാജിൻ ചെയ്യാത്ത ശക്തിയാണ് എനിക്ക് പലപ്പോഴും തന്നേക്കണത്. കാരണം അത് നമുക്ക് എന്താ പറയണമെന്നറിയില്ല. കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഞാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോഴും ഞാൻ പറയും, ചിലപ്പോഴേ ചെന്ന് വീട്ടിൽ പറയാറുള്ളത്, പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന ആക്കി. കാരണം എനിക്ക് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഒരു 7 വർഷം മുമ്പാണ് ഗഡ്കരിജീനെ കാണുന്നത്, നിതിൻ ഗഡ്കരിജീനെ കാണുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു, നിനക്ക് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ബോട്ടുകൾ പണിയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഹിന്ദിയിലാണ് ചോദിച്ചത്, ഫുള്ള് മനസ്സിലായില്ല. കാരണം ഞാൻ ഡിഗ്രി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് മുഴുവൻ മനസ്സിലായില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോടൊന്ന് നാഗ്പൂർ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഓഫ് കോഴ്സ് അന്നത്തെ ഫ്ലൈറ്റിന് തന്നെ 4 മണിക്കത്തെ ഫ്ലൈറ്റിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഫ്ലൈറ്റിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് നാഗ്പൂർ ചെന്നു. പിറ്റേ ദിവസം രാവിലെ PWD ആൾക്കാർ, കോർപ്പറേഷൻ്റെ ആൾക്കാർ, പിന്നെ അവിടുത്തെ കോൺട്രാക്ടേഴ്സ് 3 കാറായിട്ട് എന്നെ കാത്തിക്കണം എൻ്റെ ഹോട്ടലിൽ. എന്നെ കൊണ്ടുപോയി അവരുടെ എല്ലാം കാണിക്കുന്നു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇതിനൊക്കെ കുറിച്ച് ഞാൻ അപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. കാരണം ഒരു ഗവൺമെൻറ് എന്നെ കൊണ്ടുപോയിക്കണം, ഒരു രാത്രി കൊണ്ടുള്ള നേരം വിളിക്കണം. ഞാൻ അവിടെ കംപ്ലീറ്റ് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാക്കി, അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി. അന്ന് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ഗഡ്കരിജിയുടെ വീട്ടിൽ കാണണേ. എന്നെ സംബന്ധിച്ച് ആഗ്രഹങ്ങൾ ചെറുതല്ല, ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും നമ്മുടെ കൊച്ചിയിലെ ബോട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ബോട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബോട്ട് ബ്രാൻഡ് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. ഇപ്പോൾ നമ്മൾ കയറി വന്നത് മറൈൻ ഡ്രൈവിൽ നിന്ന്, നമ്മുടെ ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ നിന്നാണ്. ഇപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വെസലിൻ്റെ ഈ ക്ലാസിക് ഇമ്പീരിയലിൻ്റെ AC കോൺഫറൻസ് ഹോളും DJ ഒക്കെ നടക്കുന്ന ഒറ്റ ഹോളിൽ തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഗസ്റ്റിൻ്റെ, അതായത് നമ്മുടെ ക്ലയൻസിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് മാറ്റാനുള്ള ഒരു പാറ്റേണാണ് നമ്മൾ ചെയ്തേക്കണം. എല്ലാം മൂവബിൾ ചെയേഴ്സ്, പിന്നെ 50 മീറ്റർ വെസലാണിത്. ഈ വെസലിൽ ഒരു പില്ലർ പോലും ഇല്ല. പക്ഷേ എല്ലാ സ്ഥലത്തു നിന്നും ഫുൾ ഗ്ലാസ് വ്യൂ ആണ്. എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലെ കിച്ചനും ബാക്കിയുള്ള എല്ലാം ഞാൻ കാണിക്കാം. ഇതൊരു ഫീഡിങ് റൂമാണ്, ലേഡീസ് വാഷ്റൂമാണ്. ഇതൊക്കെ നമ്മളൊരു 7 സ്റ്റാർ ലെവലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു വെഡ്ഡിങ് ഓഫ് കോഴ്സ് നടന്ന ഗ്രീൻ റൂം. നിങ്ങൾ ചോദിക്കും, ഇത് ഗ്രീൻ റൂമാണ്. ഈ ഗ്രീൻ റൂം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങൾ എത്രത്തോളം ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് ഈ ഗ്രീൻ റൂമിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളെല്ലാം ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്, ആൾക്കാർക്ക് ഡ്രസ്സൊക്കെ വെക്കാനും എല്ലാ രീതിയിലും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് പണിയെടുത്തേക്കുന്ന ആളുകളുടെ രീതികൾ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രൗഡ് മൂവ്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഇത് നമ്മളൊരു മോക്ടെയിൽ കൗണ്ടറാണ്. ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ ലൈസൻസും ചിലപ്പോൾ ബാർ ലൈസൻസും കിട്ടും. കാരണം കൊച്ചിയൊക്കെ മാറണയാണ്, കേരളത്തിൽ ടൂറിസം മാറണയാണ്. കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ഇൻ വെസലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സൗണ്ട് സിസ്റ്റം, ലൈറ്റ്, ഇതെല്ലാം ഒന്ന് കാണേണ്ടതാണ്. കണ്ടിട്ട് നിങ്ങൾ തന്നെ ഇതിന് മാർക്കിടണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണാം. അതായത് ഇതിൻ്റെ സീറ്റ് നമ്മളിപ്പോൾ ഇരുന്ന് നോക്കിയാൽ മനസ്സിലാവും എത്ര കംഫോർട്ടാണെന്ന്. ആ ഒരു ലെവലിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വളരെ കംഫോർട്ടായിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സൗണ്ട് സിസ്റ്റം കേൾക്കാനും അല്ലെങ്കിൽ LED വാൾ കാണാനുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിങ്സ്, ഇതൊക്കെ ലൈറ്റിങ്സ് ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽ അവരുടേതായ ആ ലെവലിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചാണ് ഡീറ്റെയിൽ. അതേപോലെ ഈ സ്ട്രിപ്പ് കൊടുക്കണതൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാന്നറിയില്ല, ഇതിൻ്റെ അകത്ത് ഈ 50 മീറ്റർ വെസലാണ്. എനിക്കൊരു 40 മീറ്റർ വെസൽ പണിയാം. പക്ഷേ അപ്പോൾ ഗസ്റ്റിൻ്റെ സൗകര്യം കുറയുമെന്ന് എനിക്കറിയാം. കാരണം ഒരു വെഡ്ഡിങ്, അതായത് ഒരു യൂറോപ്യൻ വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മലയാളികളുടെ വെഡ്ഡിങ്ങോ എന്ത് വെഡ്ഡിങ് നടക്കുമ്പോഴും നല്ല സൗകര്യം വേണം നമുക്ക്. അതിന് നല്ല സ്പേസും. ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ചെയേഴ്സ് നമുക്ക് മൂവബിളാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് മാറ്റാം. പിന്നെ ഞങ്ങൾ കൊടുത്തത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞു, മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്തു. ഇതാണ് നമ്മുടെ DJ നിന്ന് പ്ലേ ചെയ്യണ സ്ഥലം. ഞങ്ങൾ ഈ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, അതായത് വേൾഡിലെ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും JBL എന്ന് ഓപ്ഷൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ AVL മാർക്കറ്റിങ്ങിൻ്റെ മെയിമെന്ന് വിളിക്കുന്ന ഹസറാണ് ഇത് ചെയ്യണത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു സൗണ്ട് സിസ്റ്റം കണ്ടറാ. സൗണ്ട് സിസ്റ്റം കേട്ടിട്ട് രോമം എഴുന്നേറ്റ് നിന്ന്. പക്ഷെ അത് ഞാൻ കേട്ടപ്പോൾ തന്നെ, എൻ്റെ വില കേട്ടപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് വില കേട്ടപ്പോൾ എന്തുകൊണ്ട് വേണ്ടെന്ന് പറയുന്നു?
അതാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ആ സൗണ്ട് സിസ്റ്റം തന്നെ 4 മാസം 5 മാസം പൈസ കൊടുത്തിട്ട് കാത്തു നിന്ന് അമേരിക്കയിൽ നിന്ന് വരാൻ വേണ്ടി നിന്ന ബ്രാൻഡാണ് മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡ്. നമ്മളിപ്പോൾ DJ ഒക്കെ പല ക്ലബ്ബുകളിലും നടത്തും, പല ക്ലബ്ബിലും നമ്മൾ പോകുന്നു. ഒരു DJ ക്ലബ്ബ് എൻട്രി ചെയ്യണമെങ്കിൽ 3000, 3500, 5000 കൊടുക്കുന്ന എൻട്രി ഉണ്ട്. ഇതിൻ്റെ അകത്ത് 2000 രൂപ വന്നാൽ ലൈവ് ബാൻഡ്, DJ, ഡാൻസ് പ്രോഗ്രാം എല്ലാ ഫെസിലിറ്റിയും നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം ഫുഡ് അടക്കമാണ് നമ്മൾ ഈ 2000 രൂപയ്ക്ക് ചാർജ് ചെയ്യണം. കൊച്ചിയിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ഞങ്ങൾ എന്തായാലും കൊടുക്കും, അത് തീർച്ചയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ബോട്ടുകളിലൊക്കെ നമ്മൾ പണ്ടത്തെ ബോട്ടുകളിൽ പ്രൊജക്ടറാണ് നമ്മൾ, പക്ഷേ അത് ചെയ്തപ്പോൾ LED വാൾ തന്നെ ചെയ്തു. 2023 നവംബർ 29 സ്വപ്ന തുല്യമായ നിമിഷമാണ്. ഗഡ്കരിജി ഉദ്ഘാടനം ചെയ്യുന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഹൈബി ഈഡൻ, കൊച്ചിയുടെ മേയർ അനിൽകുമാർ, പിന്നെ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അബ്ദുൾ മുത്തലിക്ക, GCDA ചന്ദ്രൻപിള്ള, എൻ രാധാകൃഷ്ണൻ, എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ചന്ദ്രൻപിള്ള സഖാവ്, GCDA നെടുന്തോണ്, BJPയുടെ അഡ്വക്കേറ്റ് കെ ഷൈജു, പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലായ ഞങ്ങൾ ആൽബർട്ട്സിൽ തന്നെ പഠിച്ച ടിനി ടോമും. ആ ടിനി മഹാരാഷ്ട്രയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാലും ആൽബർട്ട്സിൻ്റെ മുത്താണ് ടിനി. അപ്പോൾ ഇത്രയും അന്നത്തെ ആ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. വെസൽ ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ മോളിൽ ആദ്യം നോൺ AC ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ച് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ 2 ഫ്ലോറും AC ഫുൾ ഗ്ലാസ് വ്യൂ ആണെങ്കിലേ പറ്റുള്ളൂ. അപ്പം പിന്നെ വിചാരിച്ച് മോളിൽ ഓപ്പൺ ഡെക്ക് ചെയ്യാം. ഓപ്പൺ ഡെക്ക് മുകളിൽ ചെയ്യാൻ നമ്മുടെ സുരക്ഷ, കുട്ടികളൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് വരും. അത് നമ്മൾ ഒരു അപകടം പോലും ഇല്ലാണ്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് തന്നെ ഈ ഒരു ഏരിയ നമ്മൾ ഓപ്പൺ ഏരിയ ആക്കണേ. കാരണം നമ്മൾ പ്രായമുള്ള ആൾക്കാർക്ക് വരുമ്പോൾ ഫുൾ ടൈം 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ AC-ലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നോൺ AC ഏരിയ വേണം. ആ ഒരു നോൺ AC ഏരിയയിൽ നമ്മളൊരു ഡൈനിങ് കംഫർട്ടാണ് കൊടുത്തേക്കുന്നത്. ഡൈനിങ് ടേബിളൊക്കെ കൊടുത്തിട്ട് ഇനിയും നമുക്ക് 1-2 ടേബിളും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആൾക്കാരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇതനുസരിച്ച് ടേബിൾ നമ്മൾ ആഡ് ചെയ്യും. പിന്നെ ഞങ്ങൾ ചെയ്തേക്കുന്നത് നാച്ചുറൽ പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു മോഡേൺ ലുക്ക് ഇൻറ്റീരിയറൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു കേരള തനിമ ഇവിടെ കൊടുത്തു. മുള വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തത്. മിററൊക്കെ നമ്മൾ കരിങ്കല്ല് തന്നെ കൊടുത്തു. നമ്മൾ ഇതിൻ്റെ പുറത്ത് സൈഡിൽ നമ്മൾ പ്ലാന്റാണ് കൊടുത്തേക്കണം. കുറച്ച് പ്ലാന്റ്സ് പുറത്തേക്ക് കൊടുക്കുന്നത്. പിന്നെ പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കാനാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് പുറത്തേക്ക് വളർത്തും. ആ ഒരു ലെവലിലാണ് നമ്മളിത് ചെയ്തേക്കണം. കാരണം ഇവിടെ ഒരു നല്ല രീതിയിൽ ആൾക്കാർക്ക് ഫുഡ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്തിരുന്ന് കഴിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ AC ഹാളിലെ AC നമ്മുടെ ഇൻറ്ററാക്റ്റീവ് പാനൽസും കോൺഫറൻസൊക്കെ നടക്കുന്ന സ്ഥലം നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഫുൾ ഗ്ലാസ് വ്യൂ. അതായത് 33 mm ഗ്ലാസ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. വാക്യൂം ഗ്ലാസ് ആണ്. ഒട്ടും ചൂടിൻ്റെ അകത്തേക്ക് കയറി വരില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ AC ഒരു കോംപ്രമൈസും ഇല്ല. 80 ടൺ AC ആണ് കൊടുത്തേക്കുന്നത്. 2 150 kV ജനറേറ്ററാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആണ്. കാരണം വലിയ ഫിലിം ഷൂട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വന്നാൽ ഒരു ജനറേറ്റർ ബാക്കപ്പ് വേണം. പിന്നെ ഒരു കംപ്ലൈൻറ്റ് എന്തെങ്കിലും വന്നാൽ ഒരെണ്ണം ബാക്കപ്പ് അത് കൊടുത്തിട്ടുണ്ട്. 2 325 HP എൻജിൻ, എല്ലാ സാധനങ്ങളും, അതായത് നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ, അതായത് 10 knots സ്പീഡ് പോകാനുള്ള എല്ലാ ലെവലും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയേഴ്സ് ഇത് കണ്ട, ഇതിങ്ങനെ മൂവബിളാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം. അതായത് ഇത് ഡൈനിങ് കം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ചെയറാണ്. അപ്പോൾ ഈ ചെയർ ഇട്ട് നമുക്ക് റൗണ്ട് ടേബിൾ സെറ്റ് ചെയ്ത് പാർട്ടികൾ നടത്താം. പിന്നെ ലൈവ് ബാൻഡിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും, ഡ്രംസ് വരെ, അതായത് ഇലക്ട്രിക് ഡ്രംസ് വരെ നമ്മൾ മേടിച്ചു. എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇൻറ്ററാക്റ്റീവ് പാനൽ, ഈ പാനൽ നമുക്ക് ടച്ച് സ്ക്രീനാണ്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇത് നമുക്കൊന്ന് കാണാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയറിൽ ഞാൻ ഇരുന്നിട്ടില്ല. ആദ്യമായിട്ട് ഇരിക്കുന്നതാണ് ഞാൻ ഈ ചെയറിൽ. കാരണം ഇത് ക്യാപ്റ്റൻ്റെ ചെയറാണ്. ഇത് നമുക്ക് ഇരിക്കാനുള്ളതല്ല. കാരണം അത്രയും പഠിച്ചു വന്നൊരു ക്യാപ്റ്റനാണ് അതൊക്കെ ഇരിക്കാൻ അർഹതയുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്ന തുല്യമായൊരു നിമിഷങ്ങളിലാണ് ഈ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ഒന്നും നമ്മൾ യൂസ് ചെയ്യണ്ട കാരണമല്ല. ഇത് സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ ഇത് എന്തെങ്കിലും എമർജൻസി ആവശ്യം വരുമ്പോൾ ഇതിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യണം. ചോപ്സ്റ്റിക് എന്ന് പറയും. ഇത് ഈ സ്റ്റിക്കിലാണ് നമ്മളിത് കൺട്രോൾ ചെയ്യണത്. ഈ ബോട്ടുകൾക്ക് അല്ലെങ്കിൽ ഷിപ്പുകൾക്കൊക്കെ ബ്രേക്ക് ഉണ്ടാവില്ല. ഇത് ഗിയറിലാണ് നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം നിൽക്കും. പിന്നെ നമ്മൾ ഈ സേഫ്റ്റി ഭാഗമായിട്ട് നമ്മൾ എല്ലാ പോയിന്റിലും ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമൊക്കെ നടന്ന് കടലിൽ വെച്ച് നമുക്ക് കടൽ കാണുന്നില്ല. അപ്പം നമുക്ക് ക്യാമറ ഓൺ ചെയ്ത കടൽ നമുക്ക് ലൈവ് കടൽ നമ്മുടെ LED വാളിലും ഇൻറ്ററാക്റ്റീവ് പാനലിലും നമുക്ക് കാണിക്കാൻ പറ്റും.
പല ആൾക്കാരും വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇതെന്താണ് ഈ ബെല്ലെന്നാണ്. ഈ ബെല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു. ഷിപ്പൊക്കെ പണിത് ഇതിൻ്റെ റോള് വന്നപ്പോഴാണ് ഡ്രോയിങ്ങിലാണ് ഈ ഇത് കാണുന്നത്. ഈ ബെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കടലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ മഞ്ഞു ഒക്കെ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഈ എല്ലാ ഷിപ്പിലുള്ള സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ബെല്ലടിച്ച് അടിച്ചടിച്ചാണ് പോണത്. ബെല്ല് ഇങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ മറ്റുള്ള കപ്പലുകൾക്ക് ഇത് വഴി കാട്ടണത്. കാരണം കപ്പൽ കാണാൻ പറ്റില്ല, ക്യാപ്റ്റൻ ഇത് കാണാൻ പറ്റില്ല, അപ്പുറത്ത് തന്നെ കപ്പലിന് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബെല്ലടിച്ച് പോകേണ്ട ഇത് റൂളാണ്, IRSൻ്റെ റൂളാണ്. IRS എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിങ്ങിൻ്റെ റൂളാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്നതാണ് ആ ക്യാമറ, ഈ കാണുന്ന ക്യാമറയിലാണ് നമ്മൾ ഇപ്പോൾ ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല, ഇതൊന്നും റൂളിലില്ലട്ടോ. പക്ഷേ ഞങ്ങൾ എന്നെ സംബന്ധിച്ച് ആ ക്യാമറ വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു വലിയ പ്രോഗ്രാമൊക്കെ രാത്രി അല്ലെങ്കിൽ നടക്കണമെങ്കിൽ ആൾക്കാർക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ 10 പേര് പുറത്തുണ്ടാവും, ബാക്കി 50 പേർക്ക് ഇപ്പോൾ ഒരു ഡോൾഫിൻ വന്നാൽ നമുക്ക് ഈ ക്യാമറ ഇട്ട് നമ്മൾ കൊച്ചിയിൽ പലപ്പോഴും നമ്മുടെ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റും. ഈ ഡോൾഫിനെയൊക്കെ നമുക്ക് ഒപ്പിയെടുത്തിട്ട് നമ്മുടെ ലൈവ് ഇൻറ്ററാക്റ്റീവ് പാനലിലോ അല്ലെങ്കിൽ LED വാളിലോ ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമറയൊക്കെ നമ്മൾ വെച്ചേക്കണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഏരിയ ഒരു സെലിബ്രേഷൻ ഏരിയയാണ്. ബർത്ത്ഡേ കേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ച് നോക്കും. ആ ബർത്ത്ഡേ കേക്ക് ഇന്നാളുടെ പേര് എഴുതി നമ്മൾ ബർത്ത്ഡേ കേക്ക് അവർക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. 4 പേരുടെ ഫാമിലി ഒരു ടിക്കറ്റ് എടുത്തിട്ട് വന്നാലും അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. അതിൻ്റെ ഫോട്ടോസ് നമ്മൾ തന്നെ വേണമെങ്കിൽ എടുത്തിട്ട് അവർക്ക് കൊടുക്കും, പിന്നെ അവർക്ക് എടുക്കാം. പിന്നെ അതേപോലെ ആ സെലിബ്രേഷൻ അവരുടെ ജീവിതത്തിൽ മറക്കാനാത്ത വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കും. നമ്മുടെ വെസലിൽ തന്നെ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറിനെ വീഡിയോഗ്രാഫറിനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫായിട്ട് തന്നെ. അപ്പോൾ ഓരോ ട്രെൻഡിനനുസരിച്ചുള്ള വീഡിയോ നമ്മളെടുത്ത് റീൽസ് ആക്കിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു വെസലിൻ്റെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ജോട്ടോണാണ് ഇതിൻ്റെ അകത്ത് ഫുൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കളർ പാറ്റേൺ നമ്മുടെ ഡീറ്റെയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു പെയിൻറ്റ് കളർ നമ്മൾ വേറൊരു കളറൊക്കെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞു വൈറ്റും നമ്മൾ ഗ്രേയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ കളർ പിടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഇവിടെ പക്ഷേ ഫ്രണ്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കളർഫുൾ മൂഡ് കൊണ്ടുവരണം. ഈ മൂഡ് കൊണ്ടുവരാൻ ഒരു സെലിബ്രേഷൻ മൂഡ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു കളർഫുൾ പെയിൻറ്റിങ് സെറ്റ് ചെയ്തു. നിയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. അപ്പോൾ നമ്മുടെ എല്ലാ ബോട്ടുകളും ക്ലാസിക് ക്രൂസർ, ക്ലാസിക് ഡ്രീംസ്, ക്ലാസിക് മെർമൈഡ്, ക്ലാസിക് ഡാൻസർ, ക്ലാസിക് പാരഡൈസ് 75 പേർക്ക് ഞങ്ങൾ കൊടുക്കാൻ പോണത് 50,000 രൂപ പെർ അവറാണ് ഈ വെസലിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് ഭയങ്കര കൂടുതലല്ലെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് 3000 രൂപ തുടങ്ങിയുള്ള ബോട്ടുകൾ നമുക്കുണ്ട്. നമ്മുടെ ഓരോ സൗകര്യത്തിനനുസരിച്ചും നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എല്ലാ ബോട്ടുകളും നമുക്കുണ്ട്. എന്നെ സംബന്ധിച്ച് 6 ബോട്ടുകൾ നമുക്കുണ്ട്. അതിൻ്റെ അകത്ത് 4 ബോട്ടും 2 വെസലും ഉണ്ട്, കടലിൽ പോണ 2 വെസലും ഉണ്ട്. അപ്പോൾ നമ്മൾ 50 പേർക്ക് കൊടുക്കുന്നത് 13,000 രൂപ തുടങ്ങിയുള്ള വലിയ കടലിൽ പോണ വെസലും നമുക്കുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ കൊടുക്കുന്നത് 75 പേർക്ക് നമ്മൾ 50,000 രൂപയാണ് ചാർജ് കൊടുക്കുന്നത്. അതേപോലെ അത് വൈകുന്നേരം നമ്മൾ ചാർജ് ചെയ്യാൻ പോണത് 75,000 രൂപയാണ്. അതിപ്പോൾ 50 പേരാണെങ്കിലും 150 പേരാണെങ്കിലും അതാണ് ചാർജ് കൊടുക്കാൻ പോണത്. ഞാൻ ചെയ്യേണ്ട രീതിയിലല്ല ഞാനിത് പലപ്പോഴും ചെയ്തത്. എനിക്ക് ഉപദേശം തരാൻ ആരും ഉണ്ടായിരുന്നില്ല, എങ്ങനെ ചെയ്യണമെന്നൊന്നും ആരും പറഞ്ഞു തരുന്നില്ല. ചില സുപ്രഭാതങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട്. കാരണം ഞാൻ കടം മേടിച്ചേക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഞാൻ തിരിച്ചു കൊടുക്കും? എന്നെ വിശ്വസിച്ച് എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു തന്നേക്കുന്ന ആൾക്കാരുണ്ട്, അവരോടൊക്കെ ഞാൻ എന്ത് പറയും എന്നുള്ള ചിന്താഗതിയൊക്കെ വന്നിട്ടുണ്ട് പലപ്പോഴും. എന്നാലും ദൈവം എല്ലാം കാത്തു. അന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളെന്ന് തന്നെ പറയാം.